തേനിലും മധുരം വേദമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 7 സഭകളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാസ്ഥാപനം മുതൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള എല്ലാ വിശ്വാസികൾക്കുമുള്ള ദൂതാണ് 7 സഭകളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കിയെടുക്കേണ്ടതിന് മണവാട്ടി എങ്ങനെ ഒരുങ്ങണം എന്ന മുന്നറിയിപ്പും, വചനപ്രകാരം ഒരുങ്ങിയില്ലെങ്കിൽ മണവാട്ടിയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന താക്കീതും, എങ്ങനെ ഒരുങ്ങണമെന്ന വിധവും ആണ് 7 സഭകളിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യ സഭയായ എഫെസോസ് സഭയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ആ സഭയുടെ കുറ്റം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതാണ്. അടുത്തതായി നാം പഠിക്കുന്നത് സ്മുർന സഭയെക്കുറിച്ചാകുന്നു. സ്മുർന സഭ, അടുത്ത് പെർഗമോസ്, തുയഥൈര്യ, ഈ 3 സഭകളെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. സ്മുർന സഭ AD 170 മുതൽ 312 വരെയുള്ള 2-3 നൂറ്റാണ്ടിലെ സഭാകാലഘട്ടമാണിത്. പൗലോസാണ് ഈ സഭ സ്ഥാപിച്ചത്. വിശ്വാസികൾ സാമ്പത്തികമായി ഉയർന്നവരാണ്. എന്നാൽ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ അവർ കഴിഞ്ഞുകൊണ്ട് പണമൊക്കെ സ്വരൂപിച്ച് ദൈവവേലയ്ക്കായും കഷ്ടപ്പെടുന്ന ദൈവജനത്തിനുമായി ഒക്കെ അവർ ചിലവഴിച്ചു. കർത്താവ് ഇതിൽ സന്തോഷിക്കുന്നു. ഈ സഭയെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. കർത്താവിന് വേണ്ടി ഈ സഭ സഹിച്ച കഷ്ടത്തെക്കുറിച്ച്, അത് വളരെ കഷ്ടം സഹിച്ചവരാണ് ഈ സഭ. ആ സഭയ്ക്ക് കർത്താവ് ദൂത് നൽകുകയാണ്. ഇനിയൊരു 10 ദിവസത്തെ കഷ്ടം കൂടെ നിനക്കുണ്ട്, അത് നീ സഹിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഈ നൂറ്റാണ്ടിലെ വിശ്വാസികൾ 10 രാജാക്കന്മാരാൽ വളരെ പീഡിപ്പിക്കപ്പെട്ടു. അനേകം വിശ്വാസികളും അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി വധിക്കപ്പെട്ടു. യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയതൊക്കെയും ഇവിടെ നാടുകടത്തി തിളച്ച എണ്ണയിലിട്ടു. വിശ്വാസികളെ കാട്ടുമൃഗങ്ങളിട്ട് കൊടുത്തു, ജീവനോടെ കത്തിച്ചു, ജീവനോടെ കുഴിച്ചിട്ടു. ഇതൊക്കെയും, ഈ പീഡകളൊക്കെ ഈ നൂറ്റാണ്ടിലായിരുന്നു. അത് മുന്നമേ കണ്ടുകൊണ്ട് കർത്താവ് അവർക്ക് ദൂത് കൊടുക്കുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. മരണപര്യന്തം നീ വിശ്വസ്തരായിരുന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും എന്നാണ് കർത്താവ് അവർക്ക് കൊടുത്ത ദൂത്. ഇവിടെ സ്മുർന സഭയിലെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവർ പരിചയപ്പെടുത്തുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്തവനാണ്. അതായത് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. അതായത് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ നാം ജീവിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി വളരെ കഷ്ടം സഹിപ്പാനുണ്ട്. പലരും ഇതിൽ മരണപ്പെട്ടേക്കാം. അപ്പം മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ഞാൻ ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കും. ജീവിച്ച് ഞാൻ നിങ്ങൾക്ക് ജീവകിരീടം തരും. ഇങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് നൽകുകയാണ്. അടുത്തായി പെർഗമോസ് സഭയുടെ ദൂതനാണ് അടുത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അവർ വളരെ കഷ്ടത്തിൽ കൂടി സഭ മുന്നോട്ട് പോയി. പെർഗമോസ് സഭ കാലഘട്ടം വന്നു. അപ്പോൾ അത് 4-ാം നൂറ്റാണ്ടിലെ സഭയാണ്. ജാതീയ മതങ്ങളുടെ കേന്ദ്രമാണ് ഈ സ്ഥലം. അതിനാൽ സാത്താൻ്റെ സിംഹാസനം എന്നാണ് കർത്താവ് ഈ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ദൈവസഭ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ക്രമേണ സഭയ്ക്കുള്ളിൽ കള്ളപ്രവാചകന്മാർ കടന്നു വന്നു. അവരുടെ ഉപദേശം കൈക്കൊണ്ട് വിഗ്രഹാർപ്പിതം ജനം തിന്നുകയും ബിലയാമിൻ്റെ ഉപദേശങ്ങളിൽ സഭ വീണുപോവുകയും ചെയ്തു. ഈ കുറ്റം കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയും മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയും, മടങ്ങി വന്നാൽ മറഞ്ഞിരിക്കുന്ന മന്നയും പുതിയ പേരെഴുതിയ വെള്ളക്കല്ലും സമ്മാനമായി നൽകുമെന്നും, മടങ്ങി വന്നില്ലെങ്കിൽ ന്യായവിധിയിലാകപ്പെടുമെന്നും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സഭയ്ക്ക് വേണ്ടി കർത്താവ് സഭയെ ദർശിക്കുന്നത് മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാളുള്ളവനായി എന്നാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്.
നീ മടങ്ങി വന്നില്ലെങ്കിൽ, ഈ ജാതീയ മതങ്ങളെ ആചാരങ്ങളെ നീ പിന്തുടരുന്നുവെങ്കിൽ മൂർച്ചേറിയ വാളായി എൻ്റെ വചനം അയച്ച് നിന്നോട് ഞാൻ പോരാടും. നീ മടങ്ങി വന്നാൽ നിനക്ക് ഞാൻ ആ വെള്ളക്കല്ലും മറിഞ്ഞിരിക്കുന്ന മന്ന ഇതൊക്കെ ഞാൻ നിനക്ക് നൽകും. അതുകൊണ്ട് നീ മടങ്ങി വരിക എന്ന് സഭയെ ഒരുങ്ങുവാൻ പറയുകയാണ്. ഞാനിതിവിടെ വായിക്കുന്നു. പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അതായത് സഭയുടെ നല്ല കാര്യങ്ങളെ കർത്താവ് പുകഴ്ത്തുകയാണ്. എന്നിട്ട് പറയാണ്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. നീ ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന് ദുർനടപ്പ് ആചരിക്കടി. വിഗ്രഹാർപ്പിതം തിന്നുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിന് ദുർനടപ്പ്, ആത്മീയ വ്യഭിചാരം എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കവിടെ ഉണ്ട്. അവണ്ണം നിക്കൊല്ലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും ഈ സഭയ്ക്കകത്തുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വരികയും എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോ സഭയ്ക്കും ദൂത് കൊടുത്തിട്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്. എല്ലാ സഭകളോടും ലാസ്റ്റിൽ പറയുന്ന ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായത് നിനക്ക് ചെവിയുണ്ടോ? ഉണ്ടെങ്കിൽ കേട്ട് മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ നീ എൻ്റെ ശിക്ഷയ്ക്ക് വിധേയനാകുക. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ചെവിയുണ്ടെങ്കിൽ കേട്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അടുത്ത് തുയധൈര്യ സഭയുടെ ദൂതൻ എഴുതുക. ഈ തുയധൈര്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അത് 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാ കാലഘട്ടമാണിത്. ഈ പെർഗമോസ് സഭാകാലത്തിലെ ആ കള്ളപ്രവാചകന്മാരിൽ നിന്നുള്ള ദുരുപദേശങ്ങൾ ഈ തുയധൈര്യ സഭാ കാലഘട്ടം വന്നപ്പോൾ വളർന്ന് സഭ മൊത്തം വിഗ്രഹാരാധനയായ പരസംഗത്താൽ നിറഞ്ഞു. അതായത് ചെറിയ പുളിമാവ്, അത് തുയധൈര്യ കാലഘട്ടം വന്നപ്പോൾ, സഭാ കാലഘട്ടം വന്നപ്പോൾ മൊത്തം പുളിച്ച മാവെന്ന് പറയുന്നത് ദുരുപദേശത്തെയാണ് പുളിച്ച മാവെന്ന് പറയുന്നത്. സഭ മുഴുവനും ദുരുപദേശം കൊണ്ട് നിറഞ്ഞു. ജാതീയ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഈ സഭയ്ക്കുള്ളിൽ വന്നു. മാസ് എന്ന ബലിപൂജ, മറിയ ആരാധന, അടുത്ത് ബാബിലോണിയ ആരാധന, ഇതൊക്കെയും സഭയ്ക്കകത്ത് കടന്നു വന്നു. ക്രിസ്തീയ ആരാധനയും ജാതീയ ആരാധനയും എല്ലാം ഒരുമിച്ച് ജാതികളൊക്കെയും സഭയ്ക്കകത്ത് കയറ്റി ലോകമയത്വം കൊണ്ട് നിറഞ്ഞു. ഇത് 4-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ആ പെർഗമോസ് സഭാകാലം മുതൽ തുടങ്ങിയ ചെറിയ ദുരാചാരങ്ങൾ, ആ ജാതീയ ആചാരങ്ങൾ, ഇതെല്ലാം ക്രമേണ 4-ാം നൂറ്റാണ്ട് മുതൽ വളർന്ന് ഏകദേശം 14-ാം നൂറ്റാണ്ട് വരെ സഭ മുഴുവൻ അശുദ്ധമായും മുഴുവനും ഈ വിഗ്രഹ ആരാധനകളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞു. ദൈവിക ഉപദേശങ്ങൾക്ക് പുറമെ സഭ എഴുതിയുണ്ടാക്കിയ മാനുഷ്യ ഉപദേശങ്ങൾക്ക് സഭ സ്ഥാനം നൽകി. കാനോനികമായി തള്ളിക്കളഞ്ഞതും 4-ാം നൂറ്റാണ്ടോടുകൂടി എഴുതപ്പെട്ടതുമായ വ്യാജ ഉപദേശ ഗ്രന്ഥങ്ങൾക്ക് സഭ സ്ഥാനം നൽകി. അതുകൊണ്ട് ഈ സത്യസഭയെ സാത്താൻ്റെ സിംഹാസനമാക്കി അവർ തീർത്തു. അങ്ങനെ സത്യസഭയെ സാത്താൻ്റെ സിംഹാസനം എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പാർട്ട് 20 സഭയുടെ വളർച്ച എന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമം എഴുതിയത് BC 1600-നും BC 400-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. പുതിയ നിയമം എഴുതപ്പെട്ടത് AD 40-നും AD 95-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ബൈബിൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
ഇനി ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ എടുത്തു കളയുവാനോ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ എല്ലാം ദൈവം അവന് വരുത്തുമെന്നും ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തിൽ അവൻ്റെ സ്ഥാനം എടുത്തു കളയുമെന്നും കർത്താവ് മുന്നറിയിച്ചിട്ടുണ്ട്. വെളിപ്പാട് 22:18-19 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഈ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് തുയതൈര സഭാ കാലഘട്ടത്തിൽ AD 320 മുതൽ പല ദുരുപദേശങ്ങളും സഭ എഴുതി ഉണ്ടാക്കി ജനത്തെ പഠിപ്പിച്ചു. അവയിൽ ചിലത് ഞാനിവിടെ പറയാൻ പോവുകയാണ്. ദൈവമക്കൾ യഹൂദ പണ്ഡിതന്മാർ കാനോനികമായി സ്വീകരിച്ചതും യേശുവിൻ ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്നതുമായ ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെയുള്ള 39 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമഗ്രന്ഥവും 27 പുസ്തകങ്ങളടങ്ങിയ പുതിയ നിയമഗ്രന്ഥവും സൂക്ഷ്മമായി പഠിച്ചാൽ സഭാപുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കി കൂട്ടിച്ചേർത്ത് പഠിപ്പിച്ചിരിക്കുന്ന ഈ ദുരുപദേശങ്ങളൊന്നും തന്നെ ബൈബിളില്ലാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു പുരോഹിതനും ഒരു പള്ളി മതത്തിനും നമ്മെ സ്വർഗത്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. രക്ഷ എന്നത് നാം ശരീരത്തിലിരിക്കുമ്പോൾ അവനവൻ കണ്ടെത്തണം. അതിന് മാർഗരേഖ തിരുവചനമായ ബൈബിളാണ്. എന്ത് ഉപദേശം ആര് തന്നാലും ഏത് സഭാപുരോഹിതന്മാർ പഠിപ്പിച്ചാലും അതേപ്പറ്റി ബൈബിൾ എന്ത് പറയുന്നു എന്ന് ബൈബിൾ അത് എവിടെ കിടക്കുന്നു, ഏത് അധ്യായത്തിൽ കിടക്കുന്നു എന്ന് അങ്ങോട്ട് ചോദിക്കണം. ചോദിച്ചിട്ട് അതെടുത്ത് ബൈബിൾ വായിക്കണം. സഭ ഉണ്ടാക്കിയ രേഖകളൊന്നും അല്ല, ഉപദേശങ്ങളല്ല. ബൈബിൾ എന്തെഴുതിയിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് വേണം നാം ശ്രദ്ധിക്കുവാനും മുന്നോട്ട് പോകുവാനും. തിരുവചനത്തില്ലാത്തത് തള്ളിക്കളയണം, ആര് പറഞ്ഞാലും. കാരണം നമുക്ക് സ്വർഗത്ത് പോകണം, സ്വർഗത്ത് കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പള്ളി മതത്തിനോ ഒരു പെന്തക്കോസ് പാസ്റ്ററിനോ ഒരു സഭാപുരോഹിതന്മാർക്കോ ഒന്നും നമ്മൾ സ്വർഗത്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവർക്ക് ഉപദേശങ്ങൾ തരുവാൻ കഴിയും, എങ്കിലും ഇന്ന് സഭകളിലും ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വചനം നമുക്ക് കയ്യിലുണ്ട്, അത് വെച്ച് നമ്മൾ കേട്ടത്. അത് 1-ാം നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടിട്ട് അവർ അതുപോലെ കൊണ്ടുപോയി പഠിച്ചില്ല. അവർ വീട്ടിൽ ചെന്നിരുന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് വന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം കൈക്കൊള്ളുക, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച് ബൈബിളുമായിട്ട് താരതമ്യപ്പെടുത്തണം. ബൈബിളില്ല എങ്കിൽ അതിനെ ബൈബിളില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തള്ളിക്കളയണം. അങ്ങനെ AD 95 പുതിയ നിയമം എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു. AD 95 ശേഷം സഭ കൂട്ടിച്ചേർത്ത ദുരുപദേശങ്ങളിൽ ചിലത് ഞാനിവിടെ പറയാൻ പോവുകയാണ്. AD 320 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി. അതിന് ബെസ്പുർക്കാന എന്നാണ് പേരിട്ടിരിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് AD 320 ആണ് അത് തുടങ്ങിയത്. മരിച്ചവരെ ഓർത്ത് കരയരുത്, വിലപിക്കുകയുമരുത് എന്ന് ബൈബിൾ പറയുന്നു. ഇരമ്യാവ് 22:10. അവർക്ക് വേണ്ടി കരഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടോ യാതൊരു ഫലവുമില്ല. രക്ഷ എന്നത് ജീവനോടിരിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ അവനവൻ കരസ്ഥമാക്കണം. മരണത്തോടുകൂടി ഒരു ന്യായവിധിയുടെ മുന്നിലേക്കാണ് അവൻ കടന്നു പോകുന്നത്. എബ്രായർ 9:27. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും നേർച്ച കാഴ്ചകൾ നേർന്നാലും അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മോചനം ഉണ്ടാകയില്ല. ആദിമ സഭയോ അപ്പോസ്തലന്മാരോ മരിച്ചവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം അധോലോകത്തിലെ യാതനാ സ്ഥലത്തേക്കാണ് എത്തുന്നത്. അവിടെ കിടന്ന് എത്ര കരഞ്ഞാലും വിളിച്ചാലും അപേക്ഷിച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും കർത്താവ് കേൾക്കയില്ല. യേശു പറഞ്ഞ ലാസറിൻ്റെയും ധനവാന്റെയും ആ ഉപമ ഒന്ന് നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. ലൂക്കോസ് 16-19 മുതൽ 31 വരെ വായിക്കുക. ധനവാൻ അവിടെ കിടന്ന് യാതനാസ്ഥലത്ത് കിടന്ന് അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അബ്രഹാം പിതാവ് ആ പ്രാർത്ഥന കൈക്കൊണ്ടില്ല. അത് നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ന്യായവിധി നാൾ വരെ ഇവിടെ കിടന്ന് നിലവിളിക്കും.
അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വരികയും ന്യായവിധിക്ക് ശേഷം അഗ്നി നരകത്തേക്ക് എറിയപ്പെടുകയും എന്നേക്കുമായി അവിടെ ദണ്ഡനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് രക്ഷിക്കപ്പെടേണ്ട ഇത് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 11 മുതൽ 15 വരെ, മത്തായി 25-ന്റെ 33, 34, 41 ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അവൻ്റെ രക്ഷ എന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ തിരഞ്ഞെടുക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി AD 431 മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചു. AD 1965 മാതാവിനോടുള്ള പ്രാർത്ഥന തുടങ്ങി. ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തോടാണ്, യഹോവയായ ദൈവത്തോടാണ്. ഇവിടെ യേശു ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. മത്തായി 6:9. യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നതും പരിശുദ്ധ പിതാവേ, നീതിയുള്ള പിതാവേ എന്നിങ്ങനെ പിതാവിനോടാണ്. യോഹന്നാൻ 17 അധ്യായത്തിൽ അത് കാണുവാൻ സാധിക്കും. ഒരിക്കൽ പോലും മാതാവിനോട് യേശു പ്രാർത്ഥിച്ചിട്ടില്ല. മരിച്ചവരോടോ മാതാവിനോടോ ദൂതന്മാരോടോ പുണ്യവാളന്മാരോടോ പ്രാർത്ഥിക്കുവാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല. ആദിമസഭ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുമില്ല. മറിയ യേശുവിൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിപ്പാനായി മാളികമുറിയിൽ ചെന്നു. ശിഷ്യന്മാരോടൊത്ത് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ചെന്നിരുന്നു മറിയ. അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായം 14 വാക്യം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 4:24 മുതൽ 30 വരെ, എഫേസ്യർ 3:15 വരെ. അടുത്തായി AD 545 അപ്പോക്രീഫ പുസ്തകങ്ങളെ ബൈബിളിനോട് കൂട്ടിച്ചേർത്തു. AD 610 മരിച്ച വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന തുടങ്ങി. AD 786 കുരിശ്, തിരുശേഷിപ്പുകൾ, വിഗ്രഹങ്ങൾ എന്നിവയെ ആരാധിക്കുവാൻ തുടങ്ങി. പ്രതിമ എഴുന്നള്ളിപ്പ് അതായത് റാസ എന്ന ബാബിലോണിയ വിഗ്രഹോത്സവം സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നു. ബാബിലോണിയ മതത്തിൽ ഈ റോമ പ്രജാതികൾ വിഗ്രഹങ്ങളിൽ പൂമാല ഇടുകയും വസ്ത്രങ്ങൾ അണിയിക്കുകയും വാദ്യമേളങ്ങളോടും നൃത്തത്തോടും ബിംബങ്ങളെ തോളിൽ ചുമന്ന് രഥങ്ങളിൽ വെച്ചും കൊടിമരങ്ങളും ഘോഷയാത്രകളും ഒക്കെയായി ഇതിൻ്റെ പിന്നാലെ നടന്ന് ആഘോഷങ്ങൾ നടത്തുമായിരുന്നു. ഇത് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടുള്ളതോ ആദിമസഭ അനുഷ്ഠിച്ചിട്ടുള്ളതോ അല്ല. യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളപ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അവയെ വണങ്ങുകയും അവയെ തോളിലേറ്റ് ചുമന്നുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്നത് ഇത് കൽപ്പനാലംഘനമാണ്. ഇതിന് ജാതികളുടെ വിഗ്രഹോത്സവം എന്നാണ് പറയുന്നത്. സഭയ്ക്കകത്തും കൊണ്ടുവന്നു. വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എഫേസ്യർ 5:5, ഗലാത്യർ 5:19. ദൈവം നൽകിയ 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അതിനെ വണങ്ങുകയോ സേവിക്കുകയോ അരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 4-5 വാക്യങ്ങൾ. അതുകൊണ്ട് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യത്തിൽ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അതിന് വഷളത്വം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് യാതൊന്നിൻ്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് ദൈവം നേരിട്ട് സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത വചനമാണ്. ഈ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിഗ്രഹങ്ങളുടെ മുന്നിൽ ജനത്തെ വണങ്ങുമാറാക്കുന്നു. അവയെ തോളിലേറ്റി ചുമന്ന് എഴുന്നള്ളിച്ച്
അതിനെ ഉത്സവമാക്കിയ വിഗ്രഹങ്ങളെയും ചുമന്നുകൊണ്ട് നടന്ന് ഉത്സവമായി ആചരിക്കുന്നു. ഈ കൽപ്പനയെ ലംഘിക്കുന്നവരുടെ 3-4 തലമുറ വരെ മക്കളുടെ മേൽ ദൈവശാപം ഉണ്ടാകുമെന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു. പുറപ്പാട് 20-ാം അധ്യായം 5-ാം വാക്യം. അപ്പോസ്തലന്മാരുടെയോ ദൂതന്മാരുടെയോ പോലും യാതൊരു വിഗ്രഹങ്ങളെയോ വണങ്ങുവാൻ പാടില്ല. അപ്പോസ്തല പ്രവൃത്തി 14 മുതൽ 18 വരെ, വെളിപ്പാട് 19-ാം അധ്യായം 10, 22-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആകയാൽ വിഗ്രഹാരാധന വിട്ടോടുവീൻ. 1 കൊരിന്ത്യർ 10:14. അടുത്തതായി AD 1090 ജപമാല ചൊല്ലി പ്രാർത്ഥന തുടങ്ങി. ഇനി ധാരാളം ഉണ്ട്, പറയാൻ സമയമില്ല. ഈ മ്ലേച്ഛതകൾ ദൈവജനത്തെ പഠിപ്പിച്ച് ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുന്നു. ഇപ്രകാരം സഭ എഴുതിയുണ്ടാക്കിയ ദുരുപദേശങ്ങളെ ആത്മീയ വ്യഭിചാരമായി കാണുകയും അവയെ കർത്താവ് ശാസിക്കുകയും ചെയ്യുന്നു. അത് ഞാനിവിടെ വായിക്കാൻ പോവുകയാണ്. തുയധൈര്യ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അവിടെ ദൈവപുത്രൻ എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് വെച്ചാൽ ഒന്നും ഈ കണ്ണിന് മറവായിരിക്കുന്നില്ല. ആ ഹൃദയത്തിലെ ഉൾപ്പൂവുകളെ ആരാഞ്ഞറിഞ്ഞ് കുറ്റങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ന്യായം വിധിക്കുന്നവൻ. ആ വെള്ളോട്ടിന് സദൃശമായ ആ കാല് ദൈവത്തിൻ്റെ ക്രോധമദ്യം കുടിപ്പിച്ച് ആ കാൽ കൊണ്ട് ചവിട്ടി മെതിക്കുന്ന, അത്രയ്ക്ക് അവനെ ശാസിക്കുന്ന അങ്ങനെയുള്ള ദൈവപുത്രനാണ് അരുളി ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും ഞാൻ അറിയുന്നു. നല്ല കാര്യം. എങ്കിലും ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സായില്ല. അതായത് ഈ ആചാരങ്ങളെ, ഈ ദുരാചാരങ്ങളെയും ഈ വിഗ്രഹ സേവകളെയും ഇതൊക്കെയും ദുർനടപ്പ്, ആത്മീയ വ്യഭിചാരമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ ദുർനടപ്പം, ആത്മീയ വ്യഭിചാരം വിട്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സായില്ല. ഞാൻ അവളെ കിടപ്പിലും അവളോട് വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കി കളയുകയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയുകയും ചെയ്യും. അതായത് നീ ഈ ആത്മീയ വ്യഭിചാരം വിട്ട് ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരണം. 1-ാം നൂറ്റാണ്ടിൽ എന്താണോ സഭ പഠിപ്പിച്ചിരുന്നത്, അപ്പോസ്തലന്മാർ എങ്ങനെയാണോ നമുക്ക് ദൂത് തന്നിട്ടുള്ളത്, അപ്പോസ്തലന്മാർ സഭ എങ്ങനെയാണോ സഭ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ആ ഉപദേശത്തിൽ നീ മടങ്ങി വന്നില്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, നിന്റെ മക്കളെയും ഞാൻ കൊന്നുകളയും. അതായത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുന്നിൽ നിർത്തി ഈ വചനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിന്റെ ദുർനടപ്പ് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് ആ അഗ്നി ആ തടാകത്തിലേക്ക് ഞാൻ നിന്നെ എന്നേക്കുമായി വലിച്ചെറിഞ്ഞു കളയും, നിന്നെ നശിപ്പിച്ച് കളയും. നിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന വരും തലമുറയെയും, അതായത് മക്കളെയും, നിന്റെ മക്കളെയും, അവരെയും ഞാൻ കൊന്നുകളയും. ആകയാൽ നീ മാനസാന്തരപ്പെട്ട് നീ മടങ്ങി വരിക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ സഭയിൽ നിന്ന് ഈ ദുരുപദേശങ്ങളെ കൈക്കൊള്ളാതെ ഇതിനോട് എതിർത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ച വിശ്വാസികളും ഇതിനകത്തുണ്ട്. അവരെക്കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.